ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥ പഠിച്ചു പരിഹരിക്കുന്നതിനായി നിയോഗിച്ച ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ തയ്യാറാക്കി നൽകിയ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ. മുണ്ടക്കയം വ്യാകുലമാത ഫൊറാന പള്ളിയിൽ നടന്ന സീറോ മലബാർ സഭാ സമുദായ ശാക്തീകരണ വർഷത്തിന്റെ കാഞ്ഞിരപ്പള്ളി രൂപതാ തല ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് അർഹമായ പല കാര്യങ്ങളും നിഷേധിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ സമുദായത്തിൻ്റെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ സർക്കാരിനോട് തന്നെ നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടത് ഈ സമൂഹത്തിന് വേണ്ടത്ര തരത്തിലുള്ള പരിഗണന കൊടുക്കണം, ഇതിനെക്കുറിച്ച് പഠിക്കണം, ഇതിന് വേണ്ട ആവശ്യമായിട്ടുള്ള മുൻഗണനയോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു മുഖ്യധാരയിലേക്ക് എത്തുന്നതിന് വേണ്ടത്ര നടപടികൾ എടുക്കണം, കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് എടുത്ത ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ് ജെ.ബി. കോശി കമ്മീഷൻ. തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമാണ്. അങ്ങനെ ഒരു ജെ.ബി. കോശി കമ്മീഷനെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാനായിട്ട് വെച്ചു എന്നുള്ളത് പോസിറ്റീവാണ്. പക്ഷേ അങ്ങനെ പഠിക്കാനായിട്ട് വെച്ചിട്ട് ആ ചാപ്റ്റർ അങ്ങ് മടക്കി വെച്ചു. എവിടെ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട്? മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് 100-200ഓളം കാര്യങ്ങൾ നടപ്പിലാക്കി ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്. ഏതു കാര്യങ്ങളെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ ആരെയും ബാധിക്കുന്ന ഒരു കാര്യവും ഇവിടെ നടന്നതായിട്ട് നമുക്ക് ആർക്കും അറിവില്ല. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമൂഹത്തിൻ്റെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിനനുസരിച്ച് എന്തു കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയതെന്ന് ആദരണീയനായ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും നമ്മോട് പറയുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അത് പറയാൻ അദ്ദേഹം കടപ്പെട്ട ആളുമാണല്ലോ സ്വാഭാവികമായിട്ടും. അതുപോലെ ഈ കമ്മീഷൻ കൊടുത്ത നിർദ്ദേശങ്ങളും അതിൻ്റെ റിപ്പോർട്ടും പുറത്തുവിടാനായിട്ടും തീർച്ചയായിട്ടും ആദരണീയനായ മുഖ്യമന്ത്രിയും ഭരണ സംവിധാനങ്ങളും തയ്യാറാവേണ്ടതുമുണ്ട്. ഇത് നമ്മൾ കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സമുദായ ശാക്തീകരണത്തിന് നമ്മുടെ സമൂഹത്തിൻ്റെ ദുർബലാവസ്ഥയും നമ്മുടെ സമൂഹത്തിൻ്റെ പിന്നാക്കാവസ്ഥയും വേണ്ടത്ര പരിഹരിക്കപ്പെടേണ്ടതും പരിഗണിക്കപ്പെടേണ്ടതുമാണ് എന്നുള്ള ഒരു സത്യമാണ് നമ്മളിവിടെ മുൻപോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ല സഭ. നമ്മളങ്ങനെയല്ല ആയിരിക്കാനും പാടില്ല. കത്തോലിക്ക കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള ഒരു കക്ഷി രാഷ്ട്രീയങ്ങളൊന്നും ഇല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല കത്തോലിക്ക കോൺഗ്രസ്. പക്ഷെ കത്തോലിക്ക കോൺഗ്രസിനൊരു രാഷ്ട്രീയമുണ്ട്. എന്താണ് ആ രാഷ്ട്രീയം? ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിൻ്റെ ശാക്തീകരണം. അങ്ങനെ സമുദായം ശക്തി പ്രാപിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നയിക്കുവാനുള്ള അതിൻ്റെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ, അതിന് തീർച്ചയായിട്ടും വേണ്ടത്ര പിന്തുണ നൽകുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ സ്വാഭാവികമായിട്ടും അത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അത് നമ്മളെന്നല്ല, കത്തോലിക്ക കോൺഗ്രസ് എന്നല്ല, അത് നമ്മുടെ സമുദായത്തിൻ്റെ ചിന്തയായിട്ട് മാറണം. ആരാണ് നമ്മുടെ സമുദായത്തിൻ്റെ ബഹുമുഖങ്ങളായ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ വേണ്ട വിധം അഡ്രസ്സ് ചെയ്യുന്നത്? ഒരുപാട് പ്രതിസന്ധികൾ നമുക്കിന്നുണ്ട്. വന്യമൃഗ പ്രശ്നങ്ങൾ ഇങ്ങനെ വല്ലാതെ കൂടി വരികയാണ്. വന്യമൃഗങ്ങളെ തട്ടിയിട്ട് റോഡിൽ കൂടെ നടക്കാൻ വയ്യാത്ത അവസ്ഥ. ഇതിലധികം തെരുവ് നായ്ക്കളെന്ന ഓമനപ്പേരിട്ടുകൊണ്ട് നായ്ക്കളെ അവഹേളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. തെരുവിലല്ല നായ്ക്കൾ ജീവിക്കേണ്ടത്, വീട്ടിലാണ്. തെരുവ് നായ എന്ന് പറയുന്ന അവഹേളന വാക്കാണത്. അതുകൊണ്ട് നായ്ക്കളെ നമ്മൾ സ്നേഹിക്കണം, മൃഗങ്ങളെ നമ്മൾ സ്നേഹിക്കണം. അതൊക്കെ വീട്ടിൽ ജീവിക്കേണ്ടതാണ്. കപട പരിസ്ഥിതിവാദവും കപട മൃഗസ്നേഹവും ഒക്കെ കാണിക്കുന്നതിൻ്റെ കാപഢ്യം തിരിച്ചറിയാനുള്ള ആർജവം, അറിവ് നമുക്കൊക്കെ ഉണ്ടല്ലോ, ഉണ്ടാവേണ്ടതാണ്. പഞ്ചായത്തുകൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും ഇത്. പഞ്ചായത്തുകൾ ഷെൽട്ടർ ഹോമുകളിലേക്ക് ഈ തെരുവ് നായ്ക്കളെ മാറ്റിയിട്ട് വന്ധ്യംകരിക്കുക, അതിനെ അവിടെ സംരക്ഷിക്കുക. ഒന്നിനെയും വെടിവെച്ച് കൊല്ലണ്ട. അതോടെ അതിൻ്റെ ആ തലമുറ തീർന്നു കഴിയുമ്പോൾ പിന്നെ ഏതെങ്കിലും ആളുകൾ നായ്ക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ വീട്ടിൽ വളർത്തണം. തീർച്ചയായിട്ടും നായ്ക്കളെ നമ്മളൊക്കെ വളർത്തുന്നുണ്ട്. എനിക്ക് കൊണ്ടൊരു നായ, അതിനെ വീട്ടിലാണ് വളർത്തുന്നത്. ബിഷപ്സ് ഹൗസിലുണ്ടൊരെണ്ണം, പുറത്തോട്ട് ഇറക്കി വിടുകയില്ല. വേണമെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്തുമാത്രം കുഞ്ഞുങ്ങളാണ്, എന്തുമാത്രം സ്ത്രീജനങ്ങളാണ്, എന്തുമാത്രം വഴിയാത്രക്കാരാണ് കടിയേൽക്കുന്നതും മരണകരമായ അവസ്ഥയിലെത്തുന്നതും. ഇതിൻ്റെയൊക്കെ പുറകിൽ ഡ്രഗ് ലോബികൾ ഉണ്ടെന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത്. ത്രിതല പഞ്ചായത്തിൻ്റെ പ്രതിനിധികളും ഇവിടെ കാണും. പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്വമാണ് ഒരു തെരുവ് നായരഹിത പഞ്ചായത്ത് ഉണ്ടാക്കിയെടുക്കുക, അതിന് അവാർഡുകൾ കൊടുക്കുക. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് കമ്മിറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്നേ ഉള്ളൂ. മുണ്ടക്കയം പഞ്ചായത്തിൽ തെരുവ് നായ രഹിതമായ പഞ്ചായത്തായിട്ട് അതിനെ പ്രഖ്യാപിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അതൊരു ആദരവായി മാറും. അത് മറ്റു സ്ഥലങ്ങളിലേക്കും അതുപോലെ വ്യാപിക്കും. നമ്മുടെ ആളുകൾക്ക് ജീവിക്കാനൊരു മാർഗമായില്ലേ, മര്യാദയ്ക്ക് വഴി നടക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഞാനത് ഇടയ്ക്ക് കയറി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വന്യമൃഗ പ്രശ്നങ്ങൾ മറ്റൊന്നുള്ളത്, കാട്ടുപന്നിയുടെ ഉപദ്രവം കൊണ്ട് മടുത്തു. ഈയിടെ അഭിമന്യ പാമ്പ്ളാനി പിതാവ് പ്രസംഗിച്ച് പറഞ്ഞു, ഈ കാട്ടുപന്നി എന്ന് പറയുന്ന സാധനം ഇതുവരെ കാട് കണ്ടിട്ടേ ഇല്ല. അത് നാട്ടുപന്നിയാണ്.
നാട്ടിൽ നടക്കുന്ന പന്നിയെ നാട്ടുകാരാണ് വേണ്ട വിധം കൈകാര്യം ചെയ്യേണ്ടത്. കാട്ടുപന്നിയെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, അത് കാട്ടു ജീവിക്കേണ്ടതാണ്. പന്നി മാത്രമല്ല, കാട്ടുമൃഗങ്ങളെ വേണ്ട വിധം അത് എന്തുമാത്രം ആകാം, എത്ര നമ്പറിൽ കൂടാൻ പാടില്ല എന്ന് നിജപ്പെടുത്തിയിട്ട് കള്ളിങ് എന്ന് പറയുന്ന ഗ്ലോബലായിട്ട് പോലും അംഗീകരിച്ച സംവിധാനങ്ങളുണ്ട്. അതിനെ ഒരു കൃത്യസമയത്ത് വെടിവെച്ച് കൊല്ലാനുള്ള നിയമം ഉണ്ടാവണം. അപ്പം ഇങ്ങനെയുള്ള ഒരുപിടി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ഉപാധിരഹിതമായ പട്ടയം കിട്ടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. പട്ടയമില്ലാത്ത സ്ഥലങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ സത്വരമായ ഇടപെടൽ ഇക്കാര്യത്തിലൊക്കെ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപിടി പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം ഞാൻ അധികമൊന്നും പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങൾ ധാരാളം. നമ്മുടെ സമുദായം പലതരത്തിലും പിന്നാക്കം പോകുന്ന ഒരു പ്രതിസന്ധി ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുമിച്ച് സമുദായ ശാക്തീകരണത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. സമുദായം ശക്തി പ്രാപിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല വളരുന്നത്, പൊതുസമൂഹവും വളരും. സങ്കുചിതമായ ചിന്തയല്ലിത്. ഇത് കുറേ വിശാലമായ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ കാണുന്നതും കാണേണ്ടതും. പൊതുസമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഭയെന്നും നിലപാടെടുത്തിട്ടുള്ളൂ. അങ്ങനെ തന്നെയായിരിക്കണം സമുദായ ശാക്തീകരണവും. തീർച്ചയായിട്ടും നമ്മൾ ഒരു ചെറിയ എളിയ തുടക്കമാണ് ഇവിടെയെങ്കിലും. ഇതൊരു പരിച്ഛേദമാണ്. തീർച്ചയായിട്ടും വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നതിന് സംശയമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ചില കർമ്മപദ്ധതികൾ വളരെ ചുരുക്കമായിട്ടൊന്ന് ഇവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് തന്നെ ഒന്ന് വായിച്ചു ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. പ്രകാശമായ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുക, പൊതുവായ കാര്യങ്ങളാണ്. ഇനി കൃത്യമായിട്ട് അത് നമ്മൾ അക്കമിട്ട് നടപ്പിലാക്കുകയും ചെയ്യും. സഭയുടെ വക്താക്കളായി മാറാൻ കഴിയുക, സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക. കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് രൂപതാ തലത്തിലുള്ള സംഘടനകളെ എല്ലാം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ രൂപത അതിൻ്റെ സുവർണ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പാർക്കിൽ അസംബ്ലി ഉണ്ട് ഈ വരുന്ന മെയ് മാസത്തിൽ. അപ്പോൾ രൂപത മുഴുവനും വലിയൊരു മുന്നേറ്റത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമുദായ ശക്തീകരണവും കൂടെ നമ്മുടെ രൂപതയിൽ യാഥാർത്ഥ്യമാവുന്നത് എന്നത് ഒരു ഇരട്ടി മധുരമായിട്ട് കാണാൻ കഴിയും. നാലാമത്തെ കാര്യം അവകാശബോധം വളർത്താൻ നമുക്ക് സാധിക്കണം. അതിനാവശ്യമായ പദ്ധതികൾ, അവയർനെസ് പ്രോഗ്രാംസ് തുടങ്ങിയവ, നേതൃത്വ പരിശീലനം കാര്യക്ഷമമാക്കാനായിട്ട് നമുക്ക് നടപടികളും കർമ്മപദ്ധതികളും ഉണ്ടാവണം. പൈതൃക മൂല്യങ്ങളുടെ പരിപോഷണം ആവശ്യമാണ്. അതിനാവശ്യമായവ സുഗമമായ ഉൽപാദന വ്യാപാര രംഗങ്ങൾ സൃഷ്ടിച്ചെടുത്ത് നമ്മുടെ സാമ്പത്തികാവസ്ഥയെ ഭദ്രമാക്കാൻ ആവശ്യമായ വിപണി സാധ്യതകൾ തുറക്കുക, മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ, തൊഴിൽ നൈപുണ്യ വികസനം എന്നീ മേഖലകൾ ഊന്നൽ കൊടുക്കുക, സാമ്പത്തികമായ സുസ്ഥിരത സാധ്യമാക്കാൻ ആവശ്യമായ നിലപാടുകളും നടപടികളും. 10 മാധ്യമ സാക്ഷരത പരിശീലിപ്പിക്കുക. 11 മാനസിക ശാരീരിക ക്ഷമതയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുക. 2 പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക. പരിസ്ഥിതിയോട് ചേർന്നാണ് കർഷകർ ആയിരിക്കുന്നത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരവധി കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയെന്ന് പറയുമ്പോഴും അത് എന്തൊക്കെയാണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകുമെന്ന വിശ്വാസമാണുള്ളതെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. AKCCക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ചായ്വില്ലെന്നും സമുദായത്തിന്റെ നിലപാടാണ് അതിന്റെ രാഷ്ട്രീയമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. സമുദായത്തിന്റെ വേദന സ്വന്തം വേദനയാണെന്ന ബോധ്യം അംഗങ്ങൾക്കുണ്ടാകണമെന്നും അതാണ് സമുദായ ശാക്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾ നമ്മോട് ചോദിക്കേണ്ടിയിരിക്കുന്നു, നമ്മളുടെ അയൽപ്പക്കത്തുള്ള, നമ്മളുടെ ഇടവകയിലുള്ള, നമ്മളുടെ സമുദായത്തിലുള്ള, നമ്മളുടെ സഭയിലുള്ള വിശ്വാസികൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതെന്റെ വേദനയാണെന്ന് തിരിച്ചറിയുവാനുള്ള ചിന്തയും തോന്നലും നമുക്കുണ്ടോ സുഹൃത്തുക്കളെ? അവിടെയാണ് നമ്മളുടെ സമുദായ ബോധം വരേണ്ടത്. എനിക്കും നിനക്കും എന്താ എന്നുള്ള ചിന്തയല്ല, മറിച്ച് ഇതെന്റെ സഹോദരനാണ്, എന്റെ ക്രിസ്തുനാഥന്റെ ധീരമായിട്ടുള്ള പ്രേക്ഷിത ദൗത്യത്തിന് പങ്കാളികളായി പിന്തുടർച്ചക്കാരായി വന്ന എന്റെ സഹോദരന്മാരാണെന്നുള്ള ചിന്തയിൽ ഈ കുടുംബങ്ങളിലുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അവിടെ അതെന്റെ വേദനയാണെന്ന് ചിന്തിക്കുവാനുള്ള ബോധവും നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതാ ഈ സമുദായ ശാക്തീകരണ വർഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും നമ്മൾ ഈ നാളുകളിൽ കാണുന്നതല്ലേ നമ്മുടെ സമുദായം നേരിടുന്നത്. നമ്മളുടെ എത്രയോ പെൺകുട്ടികളെ ഈ നാളുകളിൽ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളുടെ കുടുംബങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അപ്രത്യക്ഷമായി, ഇന്നും കാണാൻ സാധിക്കാത്ത തരത്തിൽ എവിടെയൊക്കെയോ തെരയുന്നില്ലേ? നമുക്ക് വേദനിക്കുന്നുണ്ടോ? എന്റെ മകളാണ്, എന്റെ മകനാണ് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് പോയെന്നുള്ള ചിന്ത ഇവിടെ ഇരിക്കുന്ന ഓരോ നസ്രാണിക്കും ഉണ്ടായില്ല എങ്കിൽ നമ്മളുടെ സമുദായ ശാക്തീകരണ വർഷ പ്രവർത്തനങ്ങളൊക്കെ വെറും വിഫലമായി പോകുമെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേദനിക്കണം പ്രിയപ്പെട്ടവരെ.
വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ എത്രയോ ആളുകൾ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഈ മുണ്ടക്കയത്തിന്റെയും എരുമേലിയുടെ പ്രദേശങ്ങളിൽ എത്രയോ നാളുകളായിട്ട് വന്യമൃഗങ്ങൾ ഇങ്ങനെ വികാരം ആടിക്കൊണ്ട് എത്രയോ ആളുകളെ ഉപദ്രവിച്ച് കൊല്ലുകയും കൊല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കാണുന്നില്ലേ? നമുക്ക് മുറിയുന്നുണ്ടോ? നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണോ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് വേദന ഉണ്ടാവുക? മറിച്ച് അങ്ങനെയാകരുത്. മറിച്ച് എന്റെ സമൂഹത്തിന്, എന്റെ സമുദായത്തിന് വേദന ഉണ്ടായാൽ അത് എനിക്കും വേദനിക്കണം. അത് ഈ മുണ്ടക്കയത്ത് മാത്രമല്ല, അങ്ങ് ഹൈറേഞ്ചിലോ അങ്ങ് മലബാറിലോ ഒക്കെയുള്ള ആളുകളൊക്കെ നമ്മളുടെ സഹോദരങ്ങളല്ലേ? സമ്മേളനത്തിൽ മുണ്ടക്കയം വ്യാകുലമാത ഫൊറോന വികാരി റവറൻ ഡോക്ടർ ജെയിംസ് മുത്തനാട് സ്വാഗതവും AKCC രൂപത ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മത്തിയത്ത് ആമുഖ സന്ദേശവും നൽകി. വികാരി ജനറൽ റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. കാഞ്ഞിരപ്പള്ളി രൂപത പ്രോട്ടോസിഞ്ചലൂസ് റവറൻ ഡോക്ടർ ജോസഫ് വെള്ളമറ്റം, AKCC രൂപത പ്രസിഡന്റ് KK ബേബി കണ്ടത്തിൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ബിനോ P ജോസ്, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാൻസി ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പിന്നീട് നസ്രാണി പാരമ്പര്യത്തിലുള്ള വിവിധ കലാപരിപാടികളുടെ അവതരണവും നടത്തി. സമൂഹാംഗങ്ങളുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക പരിസ്ഥിതികളെക്കുറിച്ച് യാഥാർത്ഥ്യബോധത്തോടെ നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ വിശ്വാസികളുടെ ആത്മീയ മേഖലയിൽ എന്നതുപോലെ തന്നെ ഭൗതിക ആവശ്യങ്ങളിലും അവർ നേരിടുന്ന വെല്ലുവിളികളിലും സഭയുടെ സത്വരമായ ശ്രദ്ധ പതിയേണ്ടതുണ്ടെന്ന ബോധത്തോടെയാണ് സമുദായ ശാക്തീകരണ വർഷം ആചരിച്ചത്.